ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ്. അതിനായിട്ട് നാരങ്ങ നല്ലവണ്ണം കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ട് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങി എടുക്കാം. വെള്ളം വെട്ടിത്തിളയ്ക്കാൻ പാടില്ല. നാരങ്ങയുടെ തൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. പുഴുങ്ങിയെടുത്ത നാരങ്ങ നന്നായിട്ട് തുടച്ച് വെള്ളമെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ നമുക്ക് 4 പീസോ 8 പീസോ ആക്കാവുന്നതാണ്. നാരങ്ങ നല്ലപോലെ തണുത്തിട്ടുണ്ട്. അത് ചെറിയ നാരങ്ങയുടെ വലുപ്പം അനുസരിച്ച് 4 പീസോ 8 പീസോ നമുക്ക് ആക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചിലത് 2 പീസും ചിലത് 4 പീസും ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാൻ ചൂടായതിനു ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അച്ചാറിന് എപ്പോഴും നല്ലത് നല്ലെണ്ണയാണ്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും കുറച്ച് സ്പൈസി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ മുളക് പൊടി എല്ലാം നന്നായി യോജിപ്പിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനിയും അല്പം കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ബാലൻസ് ചെയ്യുന്നതിന് 1/2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.